പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ്, ഒരു ഇലക്ഷൻ യാത്ര. ആ യാത്ര പുറപ്പെടുമ്പോൾ സ്വാഭാവികമായും അത് തുടങ്ങേണ്ടത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് നിന്ന് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങുന്നത് പാറശാല നിന്നാണ്. പാറശാല മുതൽ, അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഈ ഇലക്ഷൻ ബസ് വലിയ ബസ്സാണ് ശ്രീജ. KSRTCയുടെ ബസ്സാണ്, സാധാരണക്കാർ കയറുന്ന ബസ് എന്നുള്ളതാണ് നമ്മുടെ ഈ കൺസെപ്റ്റ് തന്നെ. അങ്ങനെ ജനമനസ്സറിയുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ സ്പന്ദനം ഓരോ മണ്ഡലത്തിലും എന്താണ് നടക്കുന്നത് എന്നറിയാനുള്ള ഒരു യാത്രയാണ്. എല്ലാ പ്രേക്ഷകരെയും ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം ചെയ്യുകയാണ്. ഇത് തുടങ്ങാൻ ഒരു കറക്റ്റ് സ്ഥലത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതെ, കുമ്പിച്ചൽ കടവ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ശ്രീജ, ഇത് നെയ്യാർ ജലസംഭരണിക്ക് മുകളിലുള്ള പാലമാണ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത പാലമാണ്. ഈ പാലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പാലത്തിന്റെ ഇപ്പുറത്ത്, അതായത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലവുമായി നമ്മുടെ മെയിൻ ലാൻഡിനെ ബന്ധിപ്പിക്കുന്നത് ഇപ്പോൾ ഈ പാലമാണ്. ഇതുവരെ കടത്ത് തോണിയും മറ്റുമൊക്കെ ആയിരുന്നു. 11 ആദിവാസി ഊരുകളാണ് അപ്പുറത്ത്. അപ്പോൾ ഇത്രയും മനുഷ്യരെ നമ്മുടെ അപ്പുറത്തെ കരയുമായി ബന്ധിപ്പിക്കുന്ന, പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന, അതിനാൽ ഈ നാടിന്റെ ജീവനാഡിയാണ് ഈ പാലം എന്ന് പറയാം. പഞ്ചായത്ത് പ്രസിഡന്റ്, നമസ്കാരം. തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറായില്ലേ? ഉഷാറായി. അപ്പോൾ പാലം, വികസനം, കോൺഗ്രസിന്റെ പ്രതിനിധിയാണല്ലോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പ്രതികൂലമായി വരത്തില്ലേ? ഒരിക്കലും വരില്ല. കാരണം ഈ 11 ആദിവാസി ഉന്നതികളിലേക്കുള്ള ആദ്യത്തെ പാലം നിർമ്മിച്ചത് കോൺഗ്രസ് ആണ്. അപ്പൊ നമുക്ക് ബിജെപിയുടെ കുറി കണ്ടറിയാം BJP ആണ്. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പാലം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ആദിവാസി യൂരിലോട്ട് കയറുമ്പോൾ അറിയാം ഒട്ടനവധി കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. ഈ ഇടത് വലത് മുന്നണികൾ മാറി വരിച്ചിട്ടും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ CPM-ന്റെ പ്രതിനിധിയാണ്. ഈ കുമ്പിച്ചൽ കടവ് പാലം ഈ നാട്ടിലെ ജനങ്ങൾ 50 വർഷമായി ഈ നാട്ടിലെ ജനങ്ങൾ കാത്തിരുന്ന ഒരു കാര്യമാണ്. ഇലക്ഷൻ ബസ് നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുകയാണ്. അപ്പൊ താങ്ക് യു, ടാറ്റ, ബൈ ബൈ. ഇലക്ഷൻ ബസ് ഇപ്പോൾ BJP ഓഫീസിന്റെ മുമ്പിൽ വന്ന് നിർത്തിയിട്ടുണ്ട്. ഞങ്ങൾ അകത്തേക്ക് കയറി BJP പ്രസിഡന്റിന്റെ രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ വേണ്ടി പോവാണ്. കോൺഗ്രസ് ഉന്നയിക്കുന്ന വളരെ ഗുരുതരമായ ആരോപണം മണ്ഡലം പറഞ്ഞിട്ടൊക്കെയാണ്. ഇന്ന ഇടങ്ങളിലൊക്കെ BJP-യും CPM-ഉം കൂടെ ഡീലാണ് എന്നാണ് പറയുന്നത്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറീസിൽ ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ടീസാണ് ഈ കോൺഗ്രസും CPM-ഉം. അവിടെ അടുത്ത് തമിഴ്നാട്ടിൽ പൊളിറ്റിക്കൽ അലയൻസിൽ മത്സരിക്കുന്നതാണ് CPM-ഉം കോൺഗ്രസും. എന്നിട്ട് ഇവിടെ വന്നിട്ട് എന്തിനാണ് ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നത്? BJP-യും CPM-ഉം കൂടി ഡീലുണ്ടാക്കിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. CPM-ഉം BJP തമ്മിൽ ഡീലുണ്ടാക്കുക. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിയായിട്ടുള്ള ഞാൻ തോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്തോ തകരാറുണ്ട്. അദ്ദേഹം പറയുന്നത് പാലക്കാട് BJP-ക്ക് ജയസാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി ഒരു പുതുമുഖമാണ്, ഒരു വ്യവസായിയാണ്, ഹോട്ടൽ വ്യവസായിയാണ്. അപ്പോൾ ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെ അവിടെ BJP-ക്ക് ഇട്ടുകൊടുക്കുക, സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ അതിന് ഇമ്പാക്ട് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉണ്ടോ? ആ ഒരു പാരമ്പര്യമുള്ള ഒരു പാർട്ടി UDF ആണ്. നമ്മൾ ഈ ഇലക്ഷൻ പര്യടനത്തിന്റെ ഭാഗമായിട്ട് വർക്കല എത്തിയിരിക്കുകയാണ്. വർക്കല എത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് ശിവഗിരി ആശ്രമത്തിൽ വരുന്ന സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ നമ്മോടൊപ്പം ഉണ്ട്. സ്വാമി, ഒരു തെരഞ്ഞെടുപ്പ് വരെയാണ്. സാധാരണയിൽ നിന്ന് വിഭിന്നമായി അങ്ങയുടെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉണ്ടായിരുന്നു. ഞാൻ വാസ്തവത്തിൽ പറഞ്ഞത് ഒരു സമുദായത്തിൻ്റെ കാര്യമല്ല. പിന്നോക്ക ജനസമുദായങ്ങൾക്കെല്ലാം, ഈഴവരുണ്ട്, ധീവരുണ്ട്, വിശ്വകർമ്മജരുണ്ട്, അതുപോലെ പിന്നോക്ക ജനസമുദായങ്ങൾ, SC ST പല സമുദായങ്ങളും ഉണ്ട്. ഇതിൽ ഈഴവ സമുദായത്തിന് കുറച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ട്. എന്നാൽ വിശ്വകർമ്മജർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ധീവർക്കും വേണ്ടവിടം കിട്ടിയിട്ടില്ല. ഇത് ശരിയായൊരു നയമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല. ഒരു കൊല്ലത്തിന്റെ ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് അല്ലേ? ഇപ്പോ ആശ്രാമം മൈതാനത്താണ് ഈ പ്രഭാതത്തിൽ. എന്താ കൊല്ലത്തേക്ക് വർത്തമാനം? കൊല്ലത്ത് നല്ല വർത്തമാനം. രാഷ്ട്രീയം UDF-ന് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് ഇപ്രാവശ്യം സംസാരിക്കുന്നത്. അപ്പോൾ ഒരു ശക്തമായ മത്സരം പ്രതീക്ഷിക്കും. കാരണം 2000 വോട്ടിന് എന്താണ്ടാണ് മുകേഷ്
അട്ടിമറി ഉണ്ടാവും. ബിന്ദു കൃഷ്ണ കാര്യമായി ശ്രമിക്കുന്ന ആകെ ഒരു LDF തരംഗമാണ് ഉള്ളത്. അതാണ് ചുവന്ന ജേഴ്സി കിട്ടി വന്നത്. അല്ല, അത് ഞങ്ങളുടെ ക്ലബിന്റെ. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു വലിയ മത്സരം നടക്കുന്നു, ഗണേശനെതിരെ ഒരു വികാരം ഉണ്ടെന്നൊക്കെ പലരും പറയുന്നു. നമ്മുടെ ഗണേശിനെതിരെ വ്യക്തിപരമായി ഗണേശിന് ചില പോരായ്മകൾ ഉണ്ടായിരിക്കും വ്യക്തിപരമായി. പക്ഷേ പുള്ളിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ പുള്ളി വളരെ മികവ് പുലർത്തുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പത്തനാപുരം ഗണേശന്റെ കയ്യിൽ നിന്ന് പോകാൻ ഒരു വകുപ്പുമില്ല. അപ്പോൾ ചവറ പക്ഷേ നഷ്ടപ്പെട്ടു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട്. ഇത്തവണ ചവറ തിരിച്ചു പിടിക്കുമോ? ചവറ തിരിച്ചു പിടിക്കും. പക്ഷേ ചവറയുടെ ഒരു സവിശേഷത, ഇത്തവണയും 3 മുന്നണികൾക്ക് 3 സ്ഥാനാർത്ഥികളാണ്. അത് 3 RSP പശ്ചാത്തലത്തിലുള്ളവരാണ്. അതാണ്. പ്രേമേന്ദ്രന്റെ മകൻ മത്സരിക്കേണ്ട എന്നൊരു വാശി ഷിബു ബേബി ജോണിനുണ്ടായി. കാർത്തിക് പ്രേമേന്ദ്രൻ പാർട്ടി കുടുംബമാണ്, പാർട്ടിയുടെ ഭാഗമായി യോഗ്യനാണ്. എങ്കിൽ പോലും പാർട്ടി പ്രവർത്തനത്തിൽ സജീവമില്ലാതിരിക്കുന്ന ഒരാളിനെ ഇപ്പോഴൊരു ഘട്ടത്തിൽ, പ്രേമേന്ദ്രനും ഞാനും രാഷ്ട്രീയത്തിൽ വന്ന് 30 വർഷത്തിന് ശേഷം മറ്റൊരാൾക്കൊരു അവസരം വരുന്ന ഒരു ഘട്ടത്തിൽ ആ ഒരു മെസ്സേജ് പാർട്ടിയിൽ നിന്ന് പോകുന്നത് തെറ്റാണെന്നുള്ള നിലപാടായിരുന്നു. ഈ 2 ആശയഗതിയാണ്. അവസാനം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയോടെ തീർന്നില്ലേ പ്രശ്നം. മിനിസ്റ്റർ, മത്സരത്തിന്റെ ചൂട് അപ്രതീക്ഷിതമായി ഉയർന്നിരിക്കുകയാണ്. ഇതുവരെ സഖാവായിരുന്ന, അല്ലെങ്കിൽ 2 മാസം മുമ്പ് വരെ സഖാവായിരുന്ന ഐഷ പോറ്റിയോട് മത്സരിക്കേണ്ടി വരുന്നത് കാര്യങ്ങളെ കുറച്ച് ടഫാക്കുന്നുണ്ടോ? സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി അപ്പുറത്ത് പോകുന്നു. അത് ഇത്രയും കാലം അവരുൾപ്പെടെയുള്ള ആളുകളെ വല്ലാതെ ആക്രമിക്കുകയും മോശമായി പെരുമാറുകയും കേരളത്തിന്റെ കാര്യത്തിൽ നെഗറ്റീവായി പെരുമാറുകയും ചെയ്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാവുന്നു. അത് വാസ്തവത്തിൽ ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾ വന്ന് മത്സരിക്കുന്നു എന്നുള്ളത് ആണൊരു പ്രത്യേകത. 10 വർഷം ഭരിച്ചൊരു സർക്കാർ വീണ്ടും ജനവിധി തേടുന്നു, 3ാം ഭരണം കാക്ഷിക്കുന്നു. അതേസമയം മാറ്റം എന്ന ആവശ്യം പ്രതിപക്ഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉന്നയിക്കുന്നു. ഇടതുപക്ഷം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തകർന്നു പോരെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബംഗാളിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് തുടരാൻ നല്ലതെന്നാണ് വ്യക്തിപരമായ എൻ്റെ ചിന്ത. ഈ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നതും എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറാകുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്യുകയാണ് പതിവ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലല്ലാതെ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് വൈകാരികമായി എങ്ങനെയാണ് അങ്ങേ ബാധിക്കുന്നത്? എനിക്കതിനകത്ത് യാതൊരു വികാരവുമില്ല. ഒരു MLA ആകുമെന്ന് പറഞ്ഞാൽ വികാരമേ അല്ല. എന്നെ സ്റ്റേറ്റെന്ന് വരെ മുഖ്യമന്ത്രി വിളിക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല, ആക്ഷേപിച്ചൊന്നും പറഞ്ഞില്ല. CPM-നെ ഒരാളെയും ആക്ഷേപിച്ചൊന്നും പറഞ്ഞില്ല. CPM-നെ പോലും ഞാൻ ആക്ഷേപിച്ചില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ആക്ഷേപിച്ചില്ല. എന്നിട്ടും അരിശം തീരാതെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചെറ്റെന്ന് വിളിക്കണം. അതിനുള്ള മറുപടി ഞാൻ ഇന്നലെ നൽകി കഴിഞ്ഞു. അതിന് ഇന്നലെ A വിജയരാഘവൻ പറഞ്ഞത് വർഗവഞ്ചകരെ വിമർശിക്കുമ്പോൾ ഭാഷാശുദ്ധി നോക്കേണ്ട എന്നാണ്. ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ അങ്ങനെ പറഞ്ഞതിൽ എന്താണ്? അയാൾ ആ പോളിറ്റ് ബ്യൂറോ ഇരിക്കാൻ യാതൊരു യോഗ്യതയുള്ള മനുഷ്യനല്ല. അയാൾ പാർട്ടിയിൽ തന്നെ ഒരു മെമ്പറാവാൻ യോഗ്യതയില്ലാത്ത ആളാണ്. അങ്ങനെ ഒരു വിഡ്ഢിക്ക് മാത്രമേ ഞാൻ സംസാരിക്കാൻ കഴിയൂ. ശ്രീ സലാം, ഇപ്പം ഞങ്ങൾ G സുധാകരനെ കണ്ടിട്ടാണ് വരുന്നത്. ഒറ്റക്കെട്ടായി ഒന്നിച്ചു പോയിരുന്നവർ 2 വശത്ത് നിന്ന് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരു പ്രത്യേകതയുണ്ട്. കേരളം മുഴുവൻ ഈ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. സംസ്ഥാനത്ത് മുഴുവൻ ഈ മണ്ഡലത്തിലെ പോരാട്ടം ചർച്ചയാവുന്നുമുണ്ട്. കേരളം ശ്രദ്ധിക്കുന്ന ഒരു മത്സരമായി അമ്പലപ്പുഴ മാറിയത് രാഷ്ട്രീയ ഔന്നത്യം കൊണ്ടല്ല, രാഷ്ട്രീയമായൊരു നിറവില്ലായ്മ കൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഇന്ന് ശ്രദ്ധിക്കപ്പെടുന്ന മണ്ഡലമായിട്ട് അമ്പലപ്പുഴ മാറിയിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് അമ്പലപ്പുഴയിലെ ജനങ്ങളത് നന്നായി മനസ്സിലാക്കും. ഞാൻ മത്സരിച്ചപ്പോൾ എന്നെ കീഴ്പ്പെടുത്താൻ ഗൂഢാലോചന ധാരാളം ഉണ്ടായി. അതിൽ G സുധാകരൻ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് പറയാം, മുൻപ് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു. എന്നെ ഒന്ന് ചാപ്പ് കുത്താൻ ശ്രമിച്ചു. നമ്മുടെ ഇലക്ഷൻ ബസ് ഇപ്പോൾ ഇരാറ്റുപേട്ടയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ്. പൂഞ്ഞാറിൽ വന്നാൽ ആരെ കാണും എന്നുള്ള കാര്യത്തിൽ പ്രത്യേകിച്ച് യാതൊരു ആകാംക്ഷയുടെയും കാര്യമില്ല. ആദ്യമായിട്ട് താമര ചിഹ്നത്തിൽ PC ജോർജ് പൂഞ്ഞാറിൽ മത്സരിക്കുകയാണ്. എങ്ങനെയുണ്ടോ ഫീല്? പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പം 28,000 വോട്ടിന് ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ തോറ്റ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ ഇലക്ഷനിൽ എനിക്ക് 40,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഇലക്ഷൻ BJPക്ക് 19,000 വോട്ടുണ്ട്. അപ്പോൾ 42, 10, 52, 9, 61 ജയിച്ചു കഴിഞ്ഞു. ഉറപ്പിച്ചു കഴിഞ്ഞു ഞാനോ? ഷോ, അത് ആര് ഇവിടെ പൂഞ്ഞാർ നിയമത്തിൽ
20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോട് ഞാൻ ജയിച്ചു കഴിഞ്ഞു, ഒരു സംശയം വേണം. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് തവണ ജയിക്കുമോ? കഴിഞ്ഞ പ്രാവശ്യം 5 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കേരള കോൺഗ്രസ് ജയിച്ചത്. ഈ പ്രാവശ്യം പൂർണ്ണമായും നമുക്കിവിടുത്തെ സമയവും ടൈമും പ്ലേസും എടുത്തോളൂ, അതിൽ കൂടുതൽ സീറ്റുകൾ കേരള കോൺഗ്രസ് ജയിച്ചിരിക്കും. ഞാനത് സംസാരിക്കുമ്പോൾ തീർച്ചയായും 5-ൽ കൂടുതൽ ജയിക്കും എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും ആദ്യമേ വരുന്നത് പാലാ തന്നെയായിരിക്കും. UDF-ലേക്ക് പോയാലോ എന്നൊരു ആലോചന ഉണ്ടായിരുന്നോ? ഒരാലോചന മാധ്യമങ്ങൾക്കുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ഒരു ഘട്ടത്തിലുമില്ലായിരുന്നു. എന്തിന് അങ്ങനെ ഒരു ആലോചനയുടെ ആവശ്യം? ഞങ്ങൾ ഇറങ്ങി സംസാരിക്കുമ്പോൾ ആളുകൾ പറയുന്നത് ഷോൺ വളരെ ആക്റ്റീവാണ്, ആ വോട്ട് ഷോൺ തിരിച്ചു പിടിച്ചാലോ. ആക്റ്റീവ് ആയതുകൊണ്ട് വോട്ട് കിട്ടണമെന്നില്ലല്ലോ, വളരെ ആക്റ്റീവാണ്. അപ്പനും മകനും എന്തും പറയാൻ മിടുക്കരാണ്, തിരിച്ചും മറിച്ചും പറയാൻ മിടുക്കരാണ്. വോട്ട് കച്ചവടം, ഹൈജാക്കിംഗ്, ആ വോട്ട് എവിടെ പോയി, ഇത്ര കുറഞ്ഞു അത്ര കുറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഈ ചോദ്യം എപ്പോഴും BJP-യോട് മാത്രം. LDF-ന്റെ വോട്ട് കുറയുമ്പോൾ, UDF-ന്റെ വോട്ട് കുറയുമ്പോൾ, മാണി ഗ്രൂപ്പിന്റെ വോട്ട് കുറയുമ്പോൾ, കോൺഗ്രസിന്റെ വോട്ട് കുറയുമ്പോൾ ഈ ചോദ്യം ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം 9,000 വോട്ടേ BJP-ക്ക് 10,000 വോട്ടേ കിട്ടിയുള്ളൂ. അതിന് മുന്നത്തെ പ്രാവശ്യം സാറ് മത്സരിച്ചപ്പോൾ അപ്പം ഈ പ്രാവശ്യം 20,000 വോട്ട് BJP പിടിക്കുമോ, അതിനുള്ള കളി നടക്കുമോ, അതൊന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ വർഷം ബാക്കി പണി നോക്കാൻ 60,000-ലേറെ വോട്ടിലോട് BJP ജയിക്കും. ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം 50,000 വോട്ട് എവിടെ പോയി? അത് അതിൽ ഞങ്ങളെ 60,000-70,000 കിട്ടും, ഞങ്ങളങ്ങ് ജയിക്കും. അത് വേറെ കാര്യം. നിങ്ങളെ 20,000 ഒന്ന് പിടിച്ച് കാണിക്കണം, കച്ചവടം നടത്തായിരുന്നു. ഞങ്ങളിപ്പോൾ എറണാകുളം കലൂർ സ്റ്റേഡിയത്തിലാണ്. എറണാകുളം നമുക്കറിയാവുന്നതുപോലെ 14 നിയമസഭാ മണ്ഡലങ്ങളുള്ള വളരെ വാശിയേറിയ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ്. PR ശിവശങ്കർ ഇവിടെ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് നമ്മൾ പൊതുവെ കുറവായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ? LDF-ഉം UDF-ഉം അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്ന് ഒരു അഭിപ്രായം കേട്ടോണ്ടാണ് ഞങ്ങൾ ഇങ്ങ് നടന്നു വന്നത്. ആരാ അത് പറഞ്ഞത്? ആ മുഖത്തെ ഭാവം നോക്കി. അതല്ല, അത് വികസന വിരുദ്ധതയുടെ കാര്യത്തിൽ ഓപ്ഷൻ ഇല്ല. ഇവർ രണ്ടുപേരും നശിപ്പിച്ചിട്ട് അത് കാരണം ഓപ്ഷൻ ഇല്ല, പുതിയ ഓപ്ഷൻ വരുന്നതാണ് അവർ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കണം. നമുക്ക് വേറൊരു ഗസ്റ്റ് സ്റ്റാർ കാൻഡിഡേറ്റ് വോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ 2 മിനിറ്റ് കിട്ടിയപ്പോൾ അപ്പുറത്തൂടെ പോയി 4 വോട്ട് കിട്ടുമെന്ന് നോക്കാം. ഇല്ല, പുള്ളി പറഞ്ഞു ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ, പക്ഷെ ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. അല്ല അഖില, ഈ ബിഗ് ബോസിൽ പോകുന്നതാണോ, വികാരം ഇതാണോ? ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്നതാണോ, ഇറങ്ങി വോട്ട് പിടിക്കുന്നതാണോ കൂടുതൽ ടഫ്? അല്ല, ഇതായിരുന്നല്ലോ ജീവിതം. ഇവിടെ ആ ജീവിതത്തിൽ നിന്നാലും അങ്ങോട്ട് പോയത്. അവിടെ ജയിക്കാൻ കഴിഞ്ഞത് ഈ ജീവിതം ഉണ്ടായതുകൊണ്ടാണ്. ഏറ്റവും സാധാരണക്കാർക്കിടെ ജീവിച്ച് ഏറ്റവും സാധാരണക്കാരനായി ജനിച്ച് അങ്ങനെ പോയ ഒരാളായതുകൊണ്ടാണ്. അതെൻ്റെ അടുത്ത് ഇത്തവണത്തെ ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യാനെറ്റിൻ്റെ പലരും എന്നോട് ചോദിച്ചു, കുറച്ച് രാഷ്ട്രീയം അറിയാവുന്ന, നാടൊക്കെ അറിയാവുന്ന ഒരാളെ നല്ലൊരു കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് തരുമോ എന്നിങ്ങനെ എന്നോട് ചോദിക്കാൻ. രാഷ്ട്രീയക്കാരെ അവിടെ പോയി നിൽക്കാൻ പറ്റുള്ളൂ, ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഞാനെന്നേരം പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ അടുത്ത തവണ വിളിച്ചോളാം, പുള്ളി ജയിച്ച് ഈസി ആയിട്ട് വരുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് 1-2 വിവാദങ്ങളിലുള്ള ചോദ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രമേശ് പിഷാരടെ വിമർശിച്ചു. രമേശ് പിഷാരടെ പറഞ്ഞു, അഖിൽ മാരാർ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ അതിന് മറുപടി ഒന്നും പറയണ്ട, ഒരു 6-7 ദിവസം നോക്കണം. 1.5 കൊല്ലം കഴിഞ്ഞു അതേ അഭിപ്രായമാണെങ്കിൽ നമ്മൾ മറുപടി പറഞ്ഞാൽ മതി. അസാധ്യ തഗ്ഗായി പോയില്ലേ? അതൊരു തഗ്ഗൊന്നുമല്ല. അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇപ്പം ഭയങ്കര പേടിയായി തുടങ്ങി. കാരണം അവിടെ ചെന്ന് പെട്ടതോടുകൂടി ഒന്നാമത് അവിടെ കോൺഗ്രസിൽ കുറേ വിള്ളലുകൾ വന്നു, കുറേ പ്രശ്നങ്ങൾ. എനിക്ക് ഈ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയാം. അല്ലെ, അത്രയേറെ ആത്മബന്ധമുള്ള ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, കരഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ഇവരുടെയൊക്കെ വേദന കേൾക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ പിഷാരടിക്കെതിരെ പറയാൻ 2 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണമെന്ന് പറയുന്നത് ഈ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരിക്കലും പറയുകയായിരുന്നില്ല, മറിച്ച് അഖിൽമാരാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും അല്ലെങ്കിൽ 2020-ലെ മറ്റ് സിനിമാക്കാരുടെ സ്ഥാനാർത്ഥിത്വം മോശമാവുകയും രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം മഹത്വപൂർണ്ണമാവുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ സമയത്ത് ആ കാര്യകാരണങ്ങൾ ഞാൻ വിശദീകരിക്കുകയായിരുന്നു. ഇപ്പൊ നമുക്കറിയാം, ഇടതുപക്ഷ സഹയാത്രികരായ പലരും, വളരെ കൃത്യമായ ഇടത് നിലപാടുണ്ടായിരുന്ന പലരും പറയുന്നു ഒരു 3rd ടേം വേണ്ട, 3rd ടേം വന്നാൽ അത് ഇടതുപക്ഷത്തിന് ദോഷം ചെയ്യുമെന്ന് പറയുന്ന കാലം കൂടിയാണ്. അപ്പോൾ 10 വർഷമായിട്ട് ഈ ഇടത് ഭരണം നടക്കുന്ന കേരളത്തിലെ നിരീക്ഷിക്കുന്ന ആളെന്ന നിലയ്ക്ക് കൂടി ഈ 10 വർഷം കഴിഞ്ഞിട്ട് ഒരു മടുപ്പുണ്ടാകുക എന്ന് പറയുന്നത് ഇത് ഒരു എന്താ പറയുന്നത് അസംതൃപ്തി നിറഞ്ഞ ഗാർഹിക ബന്ധമൊന്നും അല്ലല്ലോ, ഇതൊരു രാഷ്ട്രീയ വ്യവഹാരമല്ലേ. അപ്പോൾ ഏത് ഗവൺമെൻറ്റിനും ഒരു തുടർച്ച വേണമല്ലോ. ആ തരത്തിൽ അതിനെ അങ്ങനെ കാണാനൊക്കെയാണ് എനിക്കിഷ്ടം. അല്ലാതെ 10 വർഷം ഭരിച്ചു എന്നതുകൊണ്ട് മാത്രം ഭരണത്തിന് വെളിയിൽ പോകണം എന്ന് പറയുന്നത് വളരെ അരാഷ്ട്രീയമായിട്ടുള്ള ഒരു നിലപാടാണ്. പിഷാരടിയൊക്കെ മത്സരിക്കുകയാണ്, അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നാൽ എടുക്കുമോ? ഇല്ലില്ല. കാരണം ഇതെന്താന്ന് പറയട്ടെ, ഒരു പഞ്ചായത്ത് മെമ്പറുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് എനിക്കറിയാം. കാലത്തെ വീടിന്റെ മുറ്റത്ത് വന്നിട്ട് ഇതേ കക്കൂസ അവിടെ ഇല്ലട്ടോ എന്ന് പറഞ്ഞാൽ അതിന് ഇറങ്ങിത്തിരിക്കണം.
അപ്പൊ പിഷാരടി മത്സരിക്കുന്ന പിഷാരടിക്ക് ഇതൊക്കെ പറ്റുമോ അറിയില്ല. ഇനിയിപ്പം പറയട്ടോ, അവന് ഉദ്ഘാടനത്തിന് നല്ല കാശ് മേടിച്ചോണ്ടിരുന്നാണ്. ഇനി ഉദ്ഘാടനത്തിന് പോകുമ്പോ പൈസ മേടിക്കാൻ പറ്റില്ല. കാരണം ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്നസെന്റ് ഏട്ടൻ എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പൊ പറഞ്ഞു, എടാ പണ്ട് 50,000 1 ലക്ഷമൊക്കെ കിട്ടിയാണ് ഇപ്പൊ കാലത്തെ വന്നിട്ട് ഇലക്ട്രിക് ശ്മശാനമൊക്കെ ഉദ്ഘാടനം ചെയ്യാനാണ് വിളിക്കണത്. അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് പറയൂടാ, ഒരുപാട് പേര് മരിക്കട്ടെ എന്ന് പറയൂ, 10 പൈസ കിട്ടൂല്ല, പ്രാക്കും കിട്ടും. പെരുമ്പാവൂർ MLA മാറ്റി. ഞങ്ങൾ പെരുമ്പാവൂർ MLA മാറ്റിയത് പല ഘടകങ്ങൾ അതിലുണ്ട്. ഞങ്ങളുടെ ഇന്റേണൽ സർവേസ് ഉണ്ട്, പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആര് സ്ഥാനാർത്ഥി പോസ്റ്റർ അടിച്ചു? എത്ര പോസ്റ്റർ അടിച്ച്? ലിസ്റ്റ് വരാത്തിടത്തോളം വേറെ ആരും സ്ഥാനാർത്ഥികളല്ല. ആഗ്രഹങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും, പക്ഷെ അവർ സ്ഥാനാർത്ഥികളാവില്ല. സ്ക്രീനിങ് കമ്മിറ്റിയിൽ എന്താ നടന്നതെന്നും CECയിൽ എന്താ നടന്നതെന്നും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ. നിയമസഭയിലും പാർലമെൻറ്റിലും ഒന്നും എനിക്ക് മത്സരിക്കാൻ കഴിഞ്ഞില്ല. അക്കാര്യത്തിൽ ഹൈബിക്ക് എന്നേക്കാൾ ഭാഗ്യമെന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നൽകാൻ പാർട്ടി തയ്യാറായെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ എന്ന് വെച്ച് പാർട്ടിയുടെ പ്രൊസീജിയർ എനിക്കറിയില്ല എന്ന് അങ്ങ് ധാരണ കുറവ് അദ്ദേഹത്തിന് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റുള്ള തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സമയക്കുറവുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 23-24 ദിവസം കഷ്ടിച്ചാണ് ലഭിക്കുന്നത്. അതിൽ തന്നെ കുറേ അവധികൾ വരുന്നുണ്ട്. ഞാൻ അതിനൊരു തയ്യാറെടുപ്പെടുത്തു. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നത് മാത്രമല്ല, കഴിഞ്ഞ 5 വർഷമായി തൃശ്ശൂർ പലതരത്തിൽ രാഷ്ട്രീയ ചർച്ചകളിലൊക്കെ എപ്പോഴും ഇടം നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJP ആദ്യമായ ഒരു ലോക്സഭാംഗത്തെ പറഞ്ഞു വിട്ടതും തൊട്ട് തൃശ്ശൂർ എപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിലുണ്ട്. പത്മജി കഴിഞ്ഞ തവണ ഇതേ മണ്ഡലത്തിൽ മത്സരിച്ചത് കൈപ്പത്തിയിലായിരുന്നു. ഇത്തവണ മത്സരിക്കുകയാണ്, ഇത്തവണ താമരയിലാണ് മത്സരിക്കുന്നത്. ആ ഒരു ഡിഫറൻസ് എങ്ങനെ ഫീൽ ചെയ്യുന്നു? വളരെ വ്യത്യാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിലെ തമ്മിലടി തീർക്കാൻ തന്നെ വലിയ പാടാണ്. ലീഡറുടെ മണ്ണാണ്. ലീഡർ ജീവിച്ചിരുന്നെങ്കിൽ ഒപ്പം ഉണ്ടായേനെ, അനുഗ്രഹിച്ചേനെ എന്ന് തോന്നുന്നുണ്ടോ? തന്നോളം പോയ താന്ന് വിളിക്കണം എന്നാണ് അച്ഛൻ പറയാ. അപ്പൊ എനിക്കതാണ് ഇഷ്ടം വെച്ചാൽ നീ ആ വഴിക്ക് പോക്കോ, നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. കൂടെ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അച്ഛൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പണ്ട് പാർട്ടി രണ്ടായ സമയത്ത് അച്ഛൻ LDF ആയിട്ട് ചേർന്ന് ഒരിക്കലും ചേരില്ല എന്ന് വിചാരിച്ച ആൾക്കാരായിട്ട് അച്ഛൻ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ കാര്യം എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലപ്പോൾ അച്ഛൻ BJPയിലേക്ക് വന്നേനെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അത്രയും മടുത്തിരുന്നു അച്ഛന് കോൺഗ്രസ്. ഇത് പട്ടാമ്പി ഗവൺമെൻറ് ശ്രീ നീലകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജാണ് കേട്ടോ. വളരെ വലിയ പാരമ്പര്യമുള്ള വള്ളുവനാട്ടിലെയും അല്ലെങ്കിൽ ഈ മേഖലയിലെയും വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നാട്ടിലെ കാര്യങ്ങൾ ഉഷാറായിട്ട് പറയാം. ആലക്കോട് എത്തുമ്പോൾ ഞാൻ അഭിലാഷിന് വിട്ടുതരും. ഭയങ്കര ചൂടാണ്, പക്ഷെ മോസിന് ഇതൊന്നും ഏറ്റതായി തോന്നുന്നില്ല. ചൂടൊന്നുമില്ല. തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്ന പിന്നെ എന്ത് ചൂട്? പട്ടാമ്പിയിൽ ഫുൾ കോൺഫിഡന്റ് ആണ്. പിന്നെ പൊളിയല്ലേ. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ മത്സരിക്കണം എന്നൊരു നിർദ്ദേശം വരുമ്പോ അത് സ്വീകരിക്കാൻ ഇടയായ സാഹചര്യം. ഇതൊരു സ്റ്റാർ മണ്ഡലമാണ്. ഇവിടെ BJPയുമായിട്ടാണ് വലിയ ഫൈറ്റ് നടക്കുന്നത്. ഞാൻ അതിനെതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആശയങ്ങൾക്കെതിരെ എപ്പോഴും ശക്തമായിട്ട് പോരാട്ടിയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത് എൻ്റെ ഒരു കടമയാണ്, കർത്തവ്യമാണ് എന്ന ബോധ്യത്തിൽ നിന്ന് തന്നെയാണ്. ശോഭാ സുരേന്ദ്രന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടുള്ളത് എന്നുള്ള ഒരു ആരോപണം വളരെ വ്യാപകമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിലുള്ള പരിചയം എല്ലാ ജനങ്ങൾക്കും ഉള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ വിജയങ്ങൾ എപ്പോഴും ജനങ്ങൾക്ക് വിശ്വസിക്കാനും ചെയ്യാനുമായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു മുൻപരിചയം എനിക്ക് രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇറങ്ങി നിന്നിട്ടില്ല, മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ എന്ന ഇലക്ഷൻ എക്സ്പേർട്ടുണ്ട്. പോയിടത്തെല്ലാം വോട്ട് വർദ്ധിപ്പിച്ച് നല്ല പ്രകടനം കാഴ്ചവെച്ച് ശീലമുള്ള ഇലക്ഷൻ എക്സ്പേർട്ടിന്റെ പ്രതീക്ഷ എന്താണ്? രണ്ട് പൊളിറ്റീഷ്യൻസിനെ അല്ല നേരിടുന്നത്, ഒരു വ്യത്യസ്തമായ അനുഭവമാണല്ലോ. അതെങ്ങനെയുണ്ട്? നല്ല നല്ല നേതാക്കന്മാർ ഏറെയുള്ള ഈ ജില്ലയിൽ ഇത്തരമൊരു സാഹചര്യം എന്തിനാണ് രണ്ട് പാർട്ടികളും ചെയ്തത് എന്നതിനെക്കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് സന്തോഷമല്ല, എനിക്ക് ദുഃഖമാണുള്ളത്. കാരണം അവർക്ക് ദുർബലരാണോ? അല്ല, അങ്ങനെ പറയാൻ ഞാൻ പറയില്ല. ഒരു സ്ഥാനാർത്ഥിയെയും ഞാൻ കുറച്ച് കാണില്ല. തൃത്താല മൊത്തം കേരളത്തിന്റെയും ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ തിരിച്ചറിയണ്ടോ? കേരളം മുഴുവൻ ഇങ്ങോട്ട് തൃത്താലയിലേക്ക് നോക്കുകയാണ് ഇപ്പോൾ. അല്ല, നമ്മൾ രാവിലെ തൊട്ട് ഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ യുദ്ധങ്ങളാണ് നടക്കുന്നത് എന്ന് അറിയുന്നില്ല. ഫോൺ പോലും പലരുടെയും കയ്യിലാണ്. അപ്പോൾ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റ് ഇടുക എന്നതല്ലാതെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല. അപ്പോൾ യുദ്ധം കാണുന്നില്ല യഥാർത്ഥത്തിൽ. ലീഗ് ആരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്നുണ്ടോ? VD സതീശനാണോ ലീഗിന്റെ പിന്തുണ? കോൺഗ്രസ് ആരെയാണോ മുഖ്യമന്ത്രി ആക്കേണ്ടത്, ആരെയാണോ അവരുടെ, അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് ആര് തീരുമാനിച്ചാലും മുസ്ലിം ലീഗ് അവരോടൊപ്പമാണ്. അതിൽ ചോയ്സ് ഇല്ല. ലീഗിന്റെ ഒരു ഉപമുഖ്യമന്ത്രി ഉണ്ടാവുമെന്നാണ് സ്വാഭാവികമായി അതിനോട് ചേർന്നുള്ള അടുത്ത ചോദ്യം. ഒരിക്കലും ലീഗ് അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല, ലീഗ് ആവശ്യപ്പെടുകയില്ല.
പക്ഷെ ഒരുപാട് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മുമ്പ് ലീഗിന് മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ഉപമുഖ്യമന്ത്രി സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അങ്ങനെ. എന്തായാലും ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടില്ല. ഇല്ലില്ല, ആവശ്യപ്പെട്ടിട്ടൊന്നും ഞങ്ങളൊന്നും നേടില്ല. പാണക്കാട് പോയപ്പോൾ ചോദിച്ചിരുന്നു ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിക്കോ, ഇല്ല എന്ന് പറഞ്ഞു. എത്ര മന്ത്രിമാർ വേണം എന്നുള്ള കാര്യത്തിൽ 5-ൽ കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴും ഇല്ല എന്ന മറുപടിയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ കൂട്ടായ തീരുമാനമാണോ? അല്ല, അങ്ങനെ തന്നെയാണ്. തങ്ങൾ പറയുന്നതാണല്ലോ ഞങ്ങളുടെ കൂട്ടായ തീരുമാനമായി പുറത്തു വരുന്നത്. ഞങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്തിട്ട് പാർട്ടിക്കകത്തൊക്കെ ആലോചിച്ച് തന്നെയാണ് തങ്ങളത് പറയുന്നത്. ഞങ്ങളിപ്പോൾ കോഴിക്കോട് ആണ് ഉള്ളത്. കോഴിക്കോട് ബീച്ചിൻ്റെ സൈഡിലൂടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു പോകുന്നു. പക്ഷേ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്, ഭയങ്കര ചൂടാണ്. കോഴിക്കോട്ടെ ചൂട് എന്തായാലും സാറിനേക്കാൾ നന്നായി പറയാൻ പറ്റുന്നവരില്ലല്ലോ. അല്ല, കാലാവസ്ഥയുടെ ചൂട് നിങ്ങളധികം അറിയില്ല, കാരണം AC ബസ്സിലാണല്ലോ പോകുന്നത്. ഞങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത്. കേരളത്തിൽ LDF അനുകൂലമായ സാഹചര്യം ഉള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, ആ ഭരണനേട്ടം എന്ന് പറയുന്നത് കേവലം 10 വർഷത്തെ ഒരു പ്ലാനിങ് അല്ല അത്. മറിച്ച് ഭാവിയിൽ കേരളം എങ്ങനെയാവണം, പ്രത്യേകിച്ച് യുവതലമുറയുടെ ഭാവിയടക്കം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാട് കൂടിയിട്ടാണ് ഇവിടെ ഇടതുമുന്നണി ഭരിച്ചത്. അപ്പോൾ പിണറായി 3.0 വരുമെന്നാണ് പറഞ്ഞു വരുന്നത്. LDF ഗവൺമെന്റ് വീണ്ടും കേരളത്തിൽ അധികാരത്തിൽ. വളരെ സൂക്ഷ്മമായി ഓരോ വാക്ക് പോലും അത്രയും സൂക്ഷ്മമായാണ് തെരഞ്ഞെടുപ്പിൽ പറയുന്നത്. 10 കൊല്ലത്തിൽ എവിടെയും LDF ഗവൺമെന്റ് അല്ല പറഞ്ഞിട്ടില്ല. അത് അഭിലാഷം അറിയില്ല. മരുമോനിസത്തിനെതിരെയാണ് എന്റെ പോരാട്ടം എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പൊ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടോ? അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ മാറ്റങ്ങൾ, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ, അതൊരു കുടുംബാധിപത്യത്തിലേക്കും ഏകാധിപത്യത്തിലേക്കും പോവുകയും ഒരു 3ാം ഭരണം നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യത്തിലേക്ക് കേരളം പോയപ്പോൾ അതിനെ മറികടക്കാൻ ഇവിടുത്തെ എല്ലാ ഫാസിസ്റ്റുകളുമായും കൂട്ടുചേർന്നുകൊണ്ട് ഇവിടെ ഭരണം തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമം അദ്ദേഹം നടത്തി. ഇതിനെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ പിണറായിസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം UDFന്റെ കൺവെൻഷനിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പങ്കെടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല. പക്ഷേ അതിനുശേഷം ഒരു പ്രതികരണം കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് മാഷിൻ്റെ ചോറല്ലേ മോനെ ഞാൻ കഴിക്കുന്നതെന്നാണ്. ശരിക്കും പാർട്ടി കേഡർമാർ അങ്ങനെ ഈ പറഞ്ഞൊരു കുടുംബഘടനയ്ക്കകത്ത് അല്ലെങ്കിൽ ഇത് പാർട്ടി എതിർക്കുന്ന ഈ പാട്രിയാർക്കൽ ഘടനയ്ക്കകത്ത് തന്നെയാണോ നിൽക്കുന്നത്? അല്ലേ, അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. അവരങ്ങനെ കണ്ടിട്ടുണ്ടാവാം, ഞാനങ്ങനെ കാണുന്നത്. ഞാൻ സൂചിപ്പിച്ചാൽ ഞാൻ കുട്ടിക്കാലത്ത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആകർഷയായിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ചോറ് കൊടുക്കുന്ന ആരാന്ന് നോക്കിയിട്ട് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടി പ്രവർത്തനം വളരെ താല്പര്യം ഇഷ്ടത്തോടെ വന്നതാണ്. ചോറ് കൊടുക്കുന്ന ആരാണെന്ന് നോക്കിയിട്ടല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത്. 3 തവണ MLA ആയിരുന്ന ആൾ 4ാം തവണ ആവാൻ പറ്റില്ലെന്ന് അവിടെ ഇരിക്കേണ്ടത് എൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നതാണോ പാർലമെന്ററി വ്യാപകം? പക്ഷേ ശ്യാമൾ ടീച്ചർ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമല്ലല്ലോ, അവര് വിദ്യാർത്ഥി കാലം മുതൽ SFI നേതാവ്, മഹിളാ അസോസിയേഷൻ നേതാവ്, കല്യാണം കഴിക്കുമ്പോഴേ അവർ നേതാവായിരുന്നു. അത് വാഴ്ത്തുപാട്ടൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്, എനിക്കും അറിയാം. ശ്യാമൾ ടീച്ചർ എനിക്ക് അറിയാവുന്നതല്ല. ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. കാസർഗോഡ് നമുക്കറിയാം 5 നിയമസഭാ നിയോജക മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 3 LDF, 2 UDF എന്നുള്ള പാറ്റേൺ കുറെ കാലമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ കാസർഗോഡും മാറ്റങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സംഭവിക്കുകയാണോ എന്ന തോന്നൽ നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് തൃക്കരിപ്പൂരിലാണ്. CPIMന്റെ ഒരു കൊത്തളമോ ശക്തി കേന്ദ്രമൊക്കെയാണ്. കയ്യൂരും അതുപോലെ തന്നെ ചീമേനിയും ഒക്കെ നിലകൊള്ളുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ഒരു റെഡ് ബാസ്റ്റിയനാണ്. ആ കോട്ട പിടിക്കാനാണ് ഇത്തവണ സന്ദീപിനെ അയച്ചിരിക്കുന്നത്. ഒന്ന് ഈ റെഡ് ബാസ്റ്റിൻ എന്ന് പറയുന്നതിൽ അതിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ ദർ ആർ ഫ്യൂ പോക്കറ്റ്സ്, അത്രയേ ഉള്ളൂ. അതല്ലാതെ തൃക്കരിപ്പൂർ ഒരു ജനറലി എടുക്കുമ്പോൾ അതൊരു റെഡ് ബാസ്റ്റിൻ ഒന്നുമല്ല. ചില പോക്കറ്റ്സ് അവർക്കുണ്ട് എന്നുള്ള സത്യമാണ്. കേരളത്തിൽ ആര് ഭരിക്കണം എന്നാണ് BJP ആഗ്രഹിക്കുന്നത്? BJP നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലം പരിശോധിച്ചാൽ BJP ഇപ്പോൾ എന്തായാലും ജയിക്കുമെന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നത്. പക്ഷേ ഭാവിയിൽ സാധ്യത നിങ്ങൾ ആരായൊന്നും ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല. കേരളത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല. എൻ്റെ ചോദ്യം, LDFനും UDFനും ഇത്തവണ ഭൂരിപക്ഷം കിട്ടില്ല. ഞാൻ നിങ്ങളുടെ മാതൃഭൂമി തന്നെ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ഇത് 2 മാസം മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആ വഴിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. LDFനും UDFനും ഭൂരിപക്ഷം കിട്ടില്ല. ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയുന്ന ശക്തിയായിട്ട് ഞങ്ങളുണ്ടാവും. ഇതൊരു ചർച്ചയുടെ അവസാനം മാത്രമല്ല, ഞങ്ങളുടെ യാത്രയുടെ അവസാനം കൂടി. എല്ലാ പ്രേക്ഷകർക്കും